ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിങ്ങൾക്കുള്ള എൻ്റെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ 100% മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ്. ഏത് മുടി കൊഴിച്ചിലിനെയും തടയാനും അതുപോലെ താരൻ മാറി കിട്ടാനും മുടി നല്ല പനങ്കുല പോലെ വളരാനും അകാലനര മാറിയിട്ട് മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണിത്. അപ്പോൾ സാധാരണയായിട്ട് ആളുകൾ കൊഴിച്ചിലിനൊരു മരുന്ന്, താരനൊരു മരുന്ന്, മുടി വളരാനൊരു മരുന്ന്, അങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ പരീക്ഷിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്തു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കരിഞ്ജീരകവും ഉലുവയാണ്. ഞാനിത് രണ്ടും കൂടെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ്. ഈ രണ്ട് സാധനങ്ങളും ഉറപ്പായിട്ട് നമുക്ക് മുടി നല്ല പോലെ വളരാനും കൊഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതൊരു തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കണം. ഇതിലുള്ള ഈ ഒരു വേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുടിയിലിട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഉണ്ടാവുക. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കാം. അപ്പോൾ വെള്ളം ഇതിൻ്റെ ലൂസ് കുറയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കൊഴുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഇത് മുടിയിലുള്ള ഒരു കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനെ മുടിയിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് നമ്മളിത് ഒരു 10-15 മിനിറ്റ് മുടിയിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തലയിലുണ്ടാകുന്ന ആ ചൊറിച്ചിലൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരൊറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഓരോ തവണ വീതം ചെയ്ത് വരുമ്പോഴേക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. സാധാരണ നമ്മുടെ ഉലുവയുടെ ഹെയർ പാക്കൊക്കെ തയ്യാറാക്കി നമ്മൾ മുടിയിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി റിസൾട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.